ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 17ാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ വചനഭാഗങ്ങളെല്ലാം തന്നെ ജ്ഞാനത്തെ സംബന്ധിക്കുന്നതാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ജ്ഞാനത്തെ സംബന്ധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഒന്നാം വായനയായിട്ട് വായിച്ചു നിൽക്കുന്നത് പഴയ നിയമത്തിൽ നിന്നുള്ള ഏറ്റവും മനോഹരമായ ഭാഗങ്ങളിൽ ഒന്നാണ് സോളമന്റെ പ്രാർത്ഥന. സോളമനിങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. അയാൾ ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ, വിവേകം. ഈ വിവേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവം കേട്ടിട്ട് നീതി നിർവഹണത്തിന് വേണ്ടിയുള്ള, നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള വിവേകം, ഒരു ഭരണാധികാരിക്ക് അടിസ്ഥാനപരമായി വേണ്ട കാര്യം, നീതി നിർവഹിക്കാൻ വേണ്ടിയുള്ള വിവേകം. ഈ വിവേകം മാത്രം യാചിക്കുന്ന സോളമന് ദൈവം സംപ്രീതനാകുകയും ദൈവം അദ്ദേഹത്തിന് നീതി നിർവഹണത്തിനുള്ള വിവേകവും ജ്ഞാനവും നൽകുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. തൊട്ടടുത്ത അധ്യായത്തില് കുറച്ചുകൂടെ വിശദീകരിച്ച്, നമ്മൾ ഇന്നത്തെ വായനഭാഗത്തിലില്ല, പക്ഷെ തൊട്ടടുത്ത അധ്യായത്തില് ഒന്ന് രാജാക്കന്മാർ 4-ാം അധ്യായം 29-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ടും ദൈവം എന്തൊക്കെയാണ് സോളമന് നൽകിയതെന്ന് പറയുന്നുണ്ട്. പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും നൽകി. അളവറ്റ ജ്ഞാനം, ഉൾക്കാഴ്ച, കടൽ തീരം പോലെ വിശാലമായ ഹൃദയം. ഈ 3 കാര്യങ്ങളാണ് നൽകിയത്. ഇതിങ്ങനെ സോളമന് നിർവഹണത്തിന് വേണ്ടിയുള്ള വിവേകം മാത്രം, അല്ലെങ്കിൽ നീതി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വിവേകം മാത്രമാണ് സോളമൻ ചോദിക്കുക. നമുക്ക് സോളമന്റെ കഥകളൊക്കെ അറിയാം. സോളമൻ ഒരു കുട്ടിയെ 2 അമ്മമാര് കൊണ്ടുവന്നത് എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് 2 അമ്മമാര് തർക്കിക്കുമ്പോൾ സോളമൻ വിധി പ്രസ്താവിക്കുന്ന സംഭവം നമ്മൾ കേട്ടുള്ള കാര്യങ്ങൾ, അതിൽ കിടക്കുന്നില്ല. പക്ഷേ ഈ നീതി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള രാജാവിന് വേണ്ട വിവേകം, പക്ഷെ സത്യത്തില് ഇതൊരു രാജാവ് അപേക്ഷിക്കുന്ന കാര്യവും രാജാവിന് ദൈവം നൽകുന്ന 3 അനുഗ്രഹങ്ങളും അത് നമ്മുടെ ജീവിതത്തിനും അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. ഇവിടെ സോളമൻ വിവേകം മാത്രം ചോദിക്കുന്നു, പക്ഷേ അത് വിവേകത്തിനൊപ്പം ദൈവം ജ്ഞാനം, അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും നൽകി. ജ്ഞാനം നീതി നിർവഹണത്തിന് വേണ്ടിയാണ്, ഉൾക്കാഴ്ച വിശ്വസ്തയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടിയാണ്, കടൽ തീരം പോലെ വിശാലമായ ഹൃദയം കരുണ ഒഴുകാൻ വേണ്ടിയാണ്. കാരണം എന്താണ്, നല്ലൊരു ഇമേജറിയാണ്. അതായത് ബീച്ചാണ് ഉദ്ദേശിച്ചത്. കടൽ തീരം എന്ന് പറയുന്നത് ബീച്ചാണ്. കടൽ തീരം പോലെ വിശാലമായ ഹൃദയം എന്ന് പറയുമ്പോഴത്തേക്ക് ബീച്ചിന്റെ ഒരു പ്രത്യേകത, അവിടെ ആർക്കും ചെല്ലാം. പണ്ഡിതനും പാമരനും ചെല്ലാം, പണക്കാരനും പാവപ്പെട്ടവനും ചെല്ലാം, ഒരുപാട് ബന്ധുക്കളോടുകൂടി ചെല്ലാം, അനാഥനും ചെല്ലാം, ആരും ഇല്ലാത്തവനും ചെല്ലാം. അങ്ങനെ ആർക്കും ചെല്ലാവുന്ന ഒരിടമാണ് ബീച്ച് എന്ന് പറയുന്നത്. കടൽ തീരം പോലെ വിശാലമായ ഹൃദയം എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര വിശാലമായ ഒരു ഹൃദയത്തോടു കൂടി എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്, അതിർവരമ്പുകൾ പറയാതെ, ജാതി മത വ്യത്യാസങ്ങളൊന്നും പറയാതെ എല്ലാവരെയും സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു ഹൃദയം. ഇത് സോളമന്റെ ഈ ജ്ഞാനം തിരയുന്നവന് ദൈവം നൽകുന്ന ഒരു വലിയ കൃപയാണ് ഈ വിശാലമായ ഹൃദയം എന്ന് പറയുന്നത്. ഈ നീതി നിർവഹിക്കാൻ വേണ്ടിയുള്ള വിവേകം ഇല്ലാത്ത, ജീവിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാതിരിക്കുന്ന ഭരണകർത്താക്കളെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, അവർക്ക് ഉൾക്കാഴ്ചയും കാണത്തില്ല, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റിയൊരു ഹൃദയവും കാണത്തില്ല. ഇങ്ങനെ എല്ലാവരും ഒഴിച്ചൊഴിച്ച് നിർത്തും. സംശയങ്ങൾ, ദേഷ്യം, ശത്രു പട്ടിക ഒക്കെ തയ്യാറാക്കി ഇങ്ങനെ എല്ലാവരും ഒഴിച്ചു നിർത്തും. നമ്മളിങ്ങനെ നോക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമരം, ഇനി ഈ വീഡിയോ ചെയ്യുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഇങ്ങനെ ആ സമരത്തിനൊരു തീർപ്പുണ്ടായി. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്ന് പറയുന്നൊരു വാർത്ത, അത് കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ അതൊരു വളരെ ശക്തമായൊരു പ്രക്ഷോഭം ഇന്ത്യയിൽ അരങ്ങേറുകയുണ്ടായി. കാരണം ഈ ഭരണകർത്താവിന് നീതി നടപ്പിലാക്കാനുള്ള വിവേകമില്ല, അത് ജനം പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ സോളമൻ ഒരു വലിയ മാതൃക കാട്ടിത്തിരികയാണ്. ഏത് ഇടത്തിലാണ്, ഇനിയിപ്പോൾ ഒരു തൊഴിൽ മേഖലയിലാവട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഇടവകയിലാവട്ടെ, ഒരു അപ്പനെ സംബന്ധിച്ചിടത്തോളം ഗൃഹനാഥൻ എന്ന് പറയപ്പെടുന്ന ചുമതലയാവട്ടെ, ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് മുറി ആവട്ടെ,
നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നീതി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വിവേകത്തിനായിട്ടാണ് ആദ്യം ബേസിക് ക്വാളിറ്റി, അടിസ്ഥാനപരമായി നമ്മൾ യാചിക്കേണ്ട പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ഉൾക്കാഴ്ചയും കിട്ടും, കരുണയുള്ളൊരു വിശാലമായ ഹൃദയവും കിട്ടും. ഇതാണ് സോളമന്റെ കഥ പറഞ്ഞു വയ്ക്കുന്നത്. ഈ ജ്ഞാനത്തെക്കുറിച്ചാണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഞങ്ങൾ തന്റെ പദ്ധതി അനുസരിച്ച് നാം വിളിച്ച് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് പറയുന്ന റോമാക്കാർക്ക് എഴുതിയ 28 വാക്യത്തിലാണ് രണ്ടാം വായന ആരംഭിക്കുന്നത്. നമുക്ക് സുവിശേഷത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 44 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. 3 ഉപമകളാണ് നമ്മൾ കാണുന്നത്. ചെറിയ 3 ഉപമകൾ. ഒന്ന് വയലിലെ നിധിയെ കുറിച്ചാണ്. ഒരാൾ വയലിൽ കിളച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഒരു നിധി കണ്ടെത്തുന്നു. യാദൃശ്യമായിട്ടാ നിധി കണ്ടെത്തുന്നു. അയാൾ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ഈ വയൽ മൊത്തത്തിരിഞ്ഞ് വാങ്ങിക്കുന്നു. രണ്ടാമത്തെ ഉപമ എന്ന് പറയുന്നത് വിലയേറിയ ഒരു രത്നം അന്വേഷിച്ച് നടക്കുന്ന ഒരു രത്നവ്യാപാരിയെ കുറിച്ചാണ്. അയാൾ ഇൻ സെർച്ച് ഓഫ് ട്രൂത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഇൻ സെർച്ച് ഓഫ് ദാറ്റ് ഡയമണ്ട് അയാൾ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അയാൾ അത് കണ്ടെത്തി കഴിയുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ രക്തം വാങ്ങിക്കുന്നു, വിലയേറിയ രക്തം വാങ്ങിക്കുന്നു. ഇതാണ് 2 കഥകൾ. ഈ 2 വഴിക്ക് എങ്ങനെ ജ്ഞാനം സമ്പാദിക്കാം എന്നുള്ളതാണ് ഈ പറഞ്ഞു വയ്ക്കുന്നത്. അടുത്ത കഥ നമ്മളെ സംബന്ധിക്കുന്നതല്ല, ദൈവത്തെ സംബന്ധിക്കുന്നതാണ്. അതായത് സ്വർഗരാജ്യം കടലിലെറിഞ്ഞ ഒരു വലയെ പോലെയാണ്. ആ വല സകലമായ മത്സ്യങ്ങളെയും ശേഖരിക്കുന്നുണ്ട്. പക്ഷേ ഒടുക്കം അതിലെ നല്ല മത്സ്യങ്ങൾ മാത്രം ശേഖരിച്ചിട്ട് ചീത്ത മത്സ്യങ്ങളെ നശിപ്പിച്ചു കളയുന്നു. ഇത് ദൈവത്തിന്റെ കഥയാണ്. ദൈവം എങ്ങനെ ഇടപെടാൻ പോകുന്നുള്ള കഥ. ഇങ്ങനെ ഇടപെടാതിരിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഇടപെടുമ്പോൾ നല്ല മത്സ്യമായി മാറാൻ, കർത്താവിന്റെ വലയിൽപ്പെടുന്ന നല്ല മത്സ്യമായി മാറാൻ ആദ്യം പറഞ്ഞ 2 കഥകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 കഥകളാണ്. ഒന്ന്, ഒരാൾ വയലിൽ കിളച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ പ്രശ്നങ്ങളോട് മല്ലടിക്കുകയാണ്. അയാൾ അധ്വാനിക്കുക. അയാളിങ്ങനെ അനുദിന പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവിതാനുഭവങ്ങൾ അയാൾ അറിയാതെ ആ നിധിയിൽ തട്ടി ആ സ്വരം കേൾക്കുന്നു. നിധി കിട്ടി. അപ്പോൾ അയാൾ ഇങ്ങനെ നിധി ഒളിപ്പിച്ചു വെച്ചിട്ട് വന്ന വയൽ മൊത്തത്തിൽ വാങ്ങിക്കുന്നു. നിധി മാത്രമല്ല, വയൽ മൊത്തത്തിൽ വാങ്ങിക്കുന്നു. ഇതാണ് ആദ്യത്തെ കഥ. സത്യത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് ജ്ഞാനം? നമുക്ക് ജ്ഞാനത്തെയൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. നമ്മളുടെ ചെറിയ പ്രായത്തിൽ വലിയ പ്രായത്തിലേക്ക് വരുമ്പോൾ ജീവിതാനുഭവങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അത് തിക്താനുഭവങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, സന്തോഷകരമായ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജീവിതാനുഭവങ്ങൾ എന്തോ ആയിക്കോട്ടെ, ആ ജീവിത അനുഭവങ്ങളെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരാൾക്ക് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ദൈവകൃപ തൊടും. ആ അനുഭവങ്ങളെ ദൈവകൃപ തൊടുമ്പോൾ അതിനകത്ത് നിന്നും കടഞ്ഞെടുത്ത പോലെ നമുക്കൊരു അറിവ് കിട്ടും, നമുക്കൊരു ബോധ്യം കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് ജ്ഞാനം. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജ്ഞാനം എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് ദൈവകൃപയുടെ വിരൽ സ്പർശം ഉണ്ടാകുമ്പോൾ അവിടെ നിന്നും ജ്ഞാനം ഉണ്ടാകുന്നു. ആ ജ്ഞാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇതിങ്ങനെ കഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, മെനക്കെട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അയാൾ വയലിൽ അധ്വാനിക്കുന്നവനാണ്. അയാൾക്ക് നിധി കിട്ടുന്നു. അയാളെല്ലാം മാറ്റി വെച്ചിട്ട് ആ ജ്ഞാനം സ്വന്തമാക്കിയിട്ട് ആ ജ്ഞാനത്തിനൊത്ത രീതിയിൽ പിന്നെ ജീവിക്കാൻ ശ്രമിക്കുന്നു. അയാൾ നല്ല മത്സ്യമായി മാറുന്നു, കർത്താവിന്റെ വലയിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തത്, ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ്. വിലയേറിയ രക്തം അന്വേഷിച്ച് നടക്കുന്ന ഒരു രക്തവ്യാപാരി. അത് കുറച്ചുകൂടി ഒന്ന് ധ്യാനാത്മകമായ ജീവിതവും പഠനവും ധ്യാനവും ഒക്കെ ആയിട്ട് നടക്കുന്ന കുറച്ച് മനുഷ്യരെ കുറിച്ചാണ്. സമർപ്പിത ജീവിതം ഉണ്ടെങ്കിൽ ചിന്തിക്കാം. അയാളിങ്ങനെ സത്യാന്വേഷികൾ എന്നൊക്കെ പറയുമല്ലോ, ഇൻ സെർച്ച് ഓഫ് ട്രൂത്ത്, സത്യാന്വേഷികൾ. അവർ സത്യത്തെ അല്ലെങ്കിൽ തത്വജ്ഞാനികൾ ദൈവത്തേക്ക് അന്വേഷിക്കാൻ നടക്കുക. അന്വേഷിച്ച് നടന്നിട്ട് അവസാനം അവരിങ്ങനെ ഒരിടത്തെത്തുമ്പോഴത്തേക്ക് അവർ പിടികിട്ടി, ഇവിടെ ഉണ്ട് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് മൊത്തം അവരുടെ ജീവിതത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും അവർ മാറ്റി വെച്ചിട്ട് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ ജ്ഞാനം കിട്ടുന്നു, അതനുസരിച്ച് ജീവിക്കുന്നു. അവർ നല്ല മത്സ്യങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തപ്പെടുന്നു. ഇതാണ് നമുക്ക് 2 കഥകളായിട്ട് കാണാൻ സാധിക്കുക. ഇവിടെ 2 പൊതുവായി പറയുന്നൊരു കാര്യമുണ്ട്, പ്രിഫറൻസ്, പ്രാധാന്യം കൊടുക്കുക. ഒരു ഓർഡർ, നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർഡർ ഉണ്ടാക്കുന്നു. ഈ ഓർഡറിൽ നമ്മൾ ഫസ്റ്റ് പൊസിഷൻ എന്തിനു കൊടുക്കുന്നു, സെക്കൻഡ് പൊസിഷൻ എന്തിനു കൊടുക്കുന്നു, പൊസിഷനെ കൊടുക്കാതെ എന്തെങ്കിലും എടുത്ത് നമ്മൾ മാറ്റിക്കളയുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിലെ വെർച്യു എന്ന് പറയുന്നത്.
വിശുദ്ധ അഗസ്തീനോസിന്റെ അഭിപ്രായത്തിൽ വേർച്യു എന്താണ് വേർച്യു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അഗസ്തീനോസ് പറയുന്നത് ഓർഡോ അമോറിസ് എന്നാണ്. ഓർഡോ അമോറിസ്, ഓർഡേർഡ് ലവ്, ഓർഡേർഡ് ലവ്. ഈ ഓർഡർ ചെയ്യപ്പെട്ട സ്നേഹം, ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഓർഡറിൽ വെച്ചിരിക്കുന്ന സ്നേഹത്തെ വിളിക്കുന്ന പേരാണ് വേർച്യു, പുണ്യം. അതായത് എന്നാൽ അതിന്റെ മറുവശം നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാം. ഡിസോർഡേർഡ് ലവ് ഈസ് സിൻ. ഈ പ്രിഫറൻസ് ഇല്ല. നമ്മളിങ്ങനെ ദൈവസ്നേഹത്തെ പ്രതി ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട ഒരു കാര്യത്തെ ഏറ്റവും അവസാനം കൊണ്ടിട്ടേക്കുക. എന്നിട്ട് നമ്മളുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന കാര്യങ്ങളെ മുകളിൽ പിടിച്ചു വെച്ചേക്കുക. അധികാരം, പണം, അല്ലെങ്കിൽ പ്രശസ്തി, മറ്റു താല്പര്യങ്ങൾ, സുഖലോലുപതകൾ, ഇതൊക്കെ എടുത്ത് മോളി വെച്ചേക്കുക. എന്നിട്ട് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ ചെയ്യേണ്ട നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും സുവിശേഷ വേലകളും ഒക്കെ, അല്ലെങ്കിൽ സൽപ്രവൃത്തികളും നന്മപ്രവൃത്തികളും, ക്ഷമ, കരുണ, ദയ, ഇതൊക്കെ എടുത്ത് നമ്മൾ താഴെ വെച്ചേക്കുക. ആ ഓർഡർ പോയി. ഡിസോർഡേർഡ് ലവ്, ദാറ്റ് ഈസ് സിൻ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് സിൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ പറയാൻ സാധിക്കും. ലാക്ക് ഓഫ് ദ സെൻസ് ഓഫ് പ്രയോറിറ്റി ഇസ് സിൻ. ഈ പ്രാധാന്യബോധം നഷ്ടപ്പെടുന്നു എന്നതിനെ വിളിക്കുന്ന പേരാണ് പാപം. പ്രാധാന്യബോധം നഷ്ടപ്പെടുന്നു. വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മളൊരു ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവ് ഭാര്യയ്ക്ക്, ഭാര്യ ഭർത്താവിന് പ്രാധാന്യം കൊടുക്കണം. ഫസ്റ്റ് പ്രിഫറൻസാണ്, പ്രയോറിറ്റിയാണ്. പക്ഷെ ഇവര് ചിന്തിക്കുകയാണ് ആ പ്രാധാന്യം, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം താഴേക്ക് വെച്ചിട്ട് ആ സ്ഥാനം വേറൊരാൾക്ക് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്താൽ അവിടുന്ന് തുടങ്ങിയാണ് സിൻ. സമർപ്പിത ജീവൻ നയിക്കുന്ന ഒരാള്, അയാൾ ജീവിക്കേണ്ടത് കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടിയാണ്. സുവിശേഷം ജീവിക്കാനും ജീവിച്ച് പഠിപ്പിക്കാനും, വാക്കുകൊണ്ട് പഠിപ്പിക്കാനല്ല, ജീവിച്ച് പഠിപ്പിക്കാനും വേണ്ടിയാണ് ഒരു സമർപ്പിതൻ. അയാൾ ആ ഒരു പ്രയോറിറ്റി താഴോട്ട് വെച്ചിട്ട് അയാളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ അയാൾ കാണിക്കുന്ന അഴിമതികൾ, പണം സമ്പാദിക്കാനുള്ള വഴികൾ, അധികാരത്തിന് വേണ്ടിയുള്ള ഓട്ടം, പ്രതികാരം ചെയ്യാനുള്ള നീക്കങ്ങൾ, പ്രയോറിറ്റി പോയി. അവിടുന്ന് സിൻ തുടങ്ങിയ, പാവം തുടങ്ങിയ, അല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന സുഖസൗകര്യങ്ങൾ, ആഡംബരങ്ങൾ, അവിടുന്ന് സിൻ തുടങ്ങിയ. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ സെൻസ് ഓഫ് പ്രയോറിറ്റി എന്ന് പറയുന്നതാണ് വേർച്യു എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് സെൻസ് ഓഫ് പ്രയോറിറ്റി എന്ന് പറയുന്നതാണ് സിൻ എന്ന് പറയുന്നത്. നമ്മൾ ഓർക്കണം, ഈ വളരെ ലളിതമായിട്ടൊക്കെ നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് പാപം? ദൈവസ്നേഹത്തിന്റെ ലംഘനമാണ് പാപം, അല്ലെങ്കിൽ ദൈവസ്നേഹത്തെ നിരസിക്കുന്നു എന്നതാണ് പാപം. ദൈവസ്നേഹത്തെ മാറ്റിവെക്കുന്നു, വിട്ടുകളയുന്നു, വേണ്ടെന്ന് വെക്കുന്നു, ഇതാണ് പാപം. അപ്പൊ ഈ ദൈവസ്നേഹം വേണ്ടെന്ന് വെക്കുന്നുണ്ടാ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട പല കാര്യങ്ങളും നമ്മളെടുത്ത് അവസാന സ്ഥാനത്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് അവസാന സ്ഥാനത്തിരിക്കേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളെടുത്ത് ഒന്നാം സ്ഥാനത്ത് വെച്ചേക്കുന്നു. അപ്പൊ അവിടുന്ന് പാപം തുടങ്ങുന്നത് ദൈവസ്നേഹത്തിന്റെ ലംഘനം. ഇനി എന്താണ് പുണ്യം? പുണ്യം എന്നുള്ളതിന്റെ പ്രാഥമിക ഉദ്ദേശം പുസ്തകത്തിനകത്ത് നമ്മൾ പഠിക്കുന്നത് നന്മ ചെയ്യാനുള്ള മനസ്സിന്റെ ഒരുക്കത്തെയും തഴക്കത്തെയും വിളിക്കുന്ന പേരാണ് പുണ്യം. അതായത് ദ റെഡിനെസ് ആൻഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ റെഡിയായി നിൽക്കുക, നന്മ ചെയ്യാൻ നമ്മളിങ്ങനെ റെഡിയായി നിൽക്കുകയും അത് ചെയ്ത് നമ്മുടെ ശീലമാക്കി തീർക്കുകയും ചെയ്യുന്നതാണ് പുണ്യം. അത് നമുക്കുണ്ടോ? അങ്ങനെ പുണ്യത്തിൽ വളരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. അപ്പൊ ഈ നന്മ ചെയ്യാനുള്ള ഒരുക്കം, ദ റെഡിനെസ് ടു ഡു ദ ഗുഡ് എന്ന് പറയുന്ന ഒരു സംഭവം യഥാർത്ഥത്തിൽ ആ പ്രയോറിറ്റിയാണ്. ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുമ്പോൾ ആ പ്രയോറിറ്റി ഞാൻ പിടിച്ചിരിക്കുക. ഞാൻ ഒരു സമർപ്പിതനാണ്, ഒരു ദിവസം ഇത്ര നേരം ഞാൻ ബൈബിൾ വായിക്കേണ്ടതായിട്ടുണ്ട്, ഇത്ര കൊന്ത ഞാൻ ചൊല്ലേണ്ടതായിട്ടുണ്ട്. അത് മറ്റുള്ളവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ്. അപ്പൊ ഇത് ഞാൻ ചെയ്യുന്നില്ല, മറിച്ച് വെറുതെ ഇങ്ങനെ സമയം വേസ്റ്റ് ചെയ്യുന്നു, ഒന്നും ചെയ്യുന്നില്ല, എൻ്റെതായിട്ടുള്ള സന്തോഷങ്ങളിൽ ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റു പാപങ്ങളിലേക്ക് വഴിമാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. സിൻ, പ്രയോറിറ്റി പോയി. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ ജ്ഞാനത്തെ കുറിച്ച് ഇപ്പം സോളമനിലേക്ക് തിരിച്ചു പോയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. സോളമൻ ശത്രു സൈന്യത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന സൈന്യബലം ചോദിച്ചില്ല, സമൃദ്ധി ചോദിച്ചില്ല രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും സോളമൻ ചോദിച്ചില്ല. സോളമൻ ഒറ്റ കാര്യം ചോദിച്ചോളൂ, ഞാൻ രാജാവാണ്, എനിക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത്, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നീതിനിഷ്ഠയോടുകൂടി ജനത്തെ ഭരിക്കുക എന്നുള്ളതാണ്. ആ വിവേകം എനിക്ക് വേണം, അതാണ് എനിക്ക് പ്രയോറിറ്റി. ബാക്കി എല്ലാം സെക്കൻഡറി അല്ലെങ്കിൽ തേർഡ് ഫോർത്ത് സ്ഥാനങ്ങളിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. ഈ പ്രയോറിറ്റി സോളമൻ കൊടുത്തുകൊണ്ടാണ് സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും ദൈവം നൽകിയത്. നമുക്കത് ആവശ്യമാണ്, എല്ലാ മനുഷ്യർക്കും അത് ആവശ്യമാണ്. ഈ ജ്ഞാനം ആവശ്യമാണ്, വേർതിരിവുകൾ, ഉൾക്കാഴ്ച എന്ന് പറയുന്ന തരത്തില് എന്താണ് ഈ ഉൾക്കാഴ്ച? ഒരു കാര്യം നമ്മുടെ
നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട്, ചില മനുഷ്യരുടെ രീതികളുണ്ട്. അതിനപ്പുറം ഒന്നുണ്ട്, അതിനെ മനസ്സിലാക്കാൻ ദൈവം കൃപ തരും. അതാ ഉൾക്കാഴ്ച. 3, കടൽത്തീരം പോലെ വിശാലമായ ഹൃദയം, കരുണ. നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. ഈ ഒന്ന് ജ്ഞാനം, എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു സ്വന്തം ജീവിതത്തിന് വേണ്ടിയുള്ളൊരു കാഴ്ചപ്പാടാണ്. എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകണം. 2, ഉൾക്കാഴ്ച. മുന്നിൽ വന്നു നിൽക്കുന്ന ഒരാൾ നമ്മൾ കാണുന്ന ഒരാളല്ല, അതിനപ്പുറം ചിലതുണ്ട്. മുന്നിൽ വന്നു നിൽക്കുന്ന പ്രശ്നം നമ്മൾ കാണുന്ന പ്രശ്നമല്ല, അതിനപ്പുറം ഒരു കാര്യമുണ്ട്. ഇതിനെ മനസ്സിലാക്കാൻ അതിൻ്റെ കാണാപ്പുറത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാഴ്ച. നമ്മൾ 6th സെൻസ് എന്നൊക്കെ സാറിന് പറയുമല്ലോ. എന്നൊക്കെ പറയുന്ന പോലെ നമ്മളിങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ എല്ലാ മനുഷ്യരും കാണുന്നുണ്ട്, അതിനപ്പുറം ഒന്ന് കാണാൻ പറ്റും. അത് ഞാനീ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് ചില സമയത്ത് ചില ഇൻഡ്യൂഷൻസ്, നമുക്ക് ഇനി ദൈവം ചില കാര്യങ്ങളിനെ കൃത്യമായിട്ട് വെളിപ്പെടുത്തരും. ഈ ഇടപെട്ടിരിക്കുന്ന സാധനത്തിന് അപ്പുറം ഒരു കാര്യമുണ്ട്. ഇതാണ് ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. ഒരു ഉള്ളിലുള്ളൊരു കണ്ണുകൊണ്ട്, ഇൻസൈറ്റ്, ഉള്ളിലുള്ള കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുക. 3ാമത്തത് വിശാലമായ ഹൃദയം, കരുണ നിറഞ്ഞ ഹൃദയം. ഞാനിങ്ങനെ ഈ വയലിലെ നിധിയെയും വിലയേറിയ രക്തത്തെയും കുറിച്ചുള്ള 2 കഥകൾ വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് സമകാലീനരായ 2 മഹാവിശുദ്ധരാണ്. ഈ വയലിലെ നിധി എന്ന് പറയുന്നത് അവന്റെ ജീവിത പ്രശ്നങ്ങളോട് മല്ലടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് കണ്ടുകിട്ടിയൊരു നിധിയായി ക്രിസ്തു അയാളുടെ കൺമുമ്പിൽ തെളിഞ്ഞു. അത് അസീസിയിലെ ഫ്രാൻസിസാണ്. അയാളിങ്ങനെ കുരിശുദ്ധങ്ങൾക്ക് പോയിട്ട് നിരന്തരം പരാജയങ്ങൾ, പ്രശ്നങ്ങൾ, എന്തൊക്കെയോ അസ്വസ്ഥതകൾ, ഇതുവരെ സന്തോഷത്തിൽ ആസ്വദിച്ചുകൊണ്ടിരുന്ന പാർട്ടികളും ഡാൻസ് പാർട്ടികളും, ഇതൊന്നും അദ്ദേഹത്തിനൊരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് പിന്നീട് അദ്ദേഹത്തിന് ഒരു നിധി കിട്ടിയാണ്, ക്രിസ്തു എന്ന നിധി. അയാളിങ്ങനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ നിധിയുടെ പുറകെ തെരുവിലേക്ക് സ്വതന്ത്രനായി സ്തുതികളോടുകൂടി അലയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അയാൾ ആ നിധിയുടെ പുറകെ പോയി. സമകാലീനായ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് പാതുവാൻ അന്തോനീസ്. മഹാപ്രഗത്ഭനാണ്, കുരിശുദ്ധത്തിന് പോയിട്ടുണ്ട്, പിന്നീട് അഗസ്തീനിയൻ സഭയിൽ സന്യാസിയായി. പക്ഷെ അയാളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക, അയാളിങ്ങനെ വിലയേറിയ ഒരു രത്നത്തെ തിരഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ വിലയേറിയ രത്നം അഗസ്തീനിയൻ സഭയിലായിരിക്കുമ്പോഴും വലിയ ദൈവശാസ്ത്ര പഠനത്തിൽ ഏർപ്പെടുമ്പോഴൊന്നും അതായത് കിട്ടുന്നില്ല നിർത്തി. എന്നിട്ടാണ് ഈ ഫ്രാൻസിസ്കൻ സന്യാസികൾ രക്തസാക്ഷികളായ സംഭവം അയാൾ കാണുന്നത്. അപ്പോൾ ആ രക്തസാക്ഷിത്വമാണ് വിലയേറിയ രക്തമെന്ന് ചിന്തിച്ച് അയാൾ രക്തസാക്ഷിയാകാൻ വേണ്ടി മിഷണറി ആയി പോവുകയാണ്. പക്ഷെ രക്തസാക്ഷി ആവുന്നില്ല, തിരികെ എത്തുന്നു. അയാൾക്ക് അസീസിലെ ഫ്രാൻസിസ് എന്ന തൻ്റെ ഗുരുവിലൂടെ ആ രക്തം, വിലയേറിയ രക്തം വെളിപ്പെട്ട് കിട്ടി. ഫ്രാൻസിസ്കൻ സന്യാസ ജീവിതം അദ്ദേഹം അത് തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ അഗസ്തീൻ സഭയിൽ നിന്ന് ഫ്രാൻസിസ്കൻ സഭയിലേക്ക് വന്നിട്ട് അദ്ദേഹം വലിയൊരു അത്ഭുത പ്രവർത്തകനായ ശക്തനായ ഒരു സന്യാസിയായി മാറുന്നു. ഈ 2 പേരും നമ്മൾ ഇച്ചിരി സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള 2 ഉദാഹരണങ്ങളാണ്. പക്ഷെ വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുപാട് നമ്മൾ കണ്ണോടിച്ചാൽ നമുക്ക് കിട്ടും എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ ജീവിതാനുഭവങ്ങളുടെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോൾ ഉൾക്കാഴ്ചയും ജ്ഞാനവും ഒക്കെ കിട്ടിയ വിശാല ഹൃദയത്തോടു കൂടി ജീവിക്കുന്ന അപ്പച്ചന്മാർ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. ചേട്ടന്മാർ നമുക്ക് ചുറ്റും, ചേച്ചിമാർ നമുക്ക് ചുറ്റുമുണ്ട്, അമ്മച്ചിമാരുണ്ട്. എന്നാൽ അതുപോലെ തന്നെ വിലയേറിയ രത്നമെന്ന് പറയപ്പെടുന്ന ധ്യാനാത്മക ജീവിതത്തിന്റെ പിന്നാലെ അലഞ്ഞ് ദൈവവിളിയുടെ ഒത്തുംഗ ശ്രേണിയിൽ, അതിൻ്റെ ഏറ്റവും വലിയ ഒരു ക്ലൈമാക്സ്, ആ ഒരു കൊടുമുടിയൊക്കെ കീഴടക്കി നിൽക്കുന്ന ആത്മീയ ജീവിതത്തിന്റെ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന മനുഷ്യരെയും നമുക്ക് കാണാൻ സാധിക്കും. അത് 2ാമത്തത്, വിലയേറിയ രക്തം അന്വേഷിച്ച് നടന്നവർ. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമുക്ക് ഇത് നമുക്ക് സ്ഥിരം കാണാൻ പറ്റുന്ന കാര്യമാണ്. എന്താണെങ്കിലും നമുക്ക് ഈ ഒരു ചിന്തകൾ അവസാനിപ്പിക്കുമ്പോൾ ഉള്ളിലുണ്ടായിരിക്കേണ്ട ചിന്ത ഇതാണ്: ജ്ഞാനവും നീതിബോധത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള കൃപയ്ക്കായി ആണ് അടിസ്ഥാനപരമായി പ്രാർത്ഥിക്കേണ്ടത്. അത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ജ്ഞാനം തരും, ഉൾക്കാഴ്ച തരും, കരുണ നിറഞ്ഞൊരു ഹൃദയം തരും, വിശാലമായൊരു ഹൃദയം തരും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വഴി നടത്താനുള്ളത്. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സോളമൻ്റെ ജ്ഞാനം നമുക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഈ വയലിലെ നിധിയോ വിലയേറിയ രത്നമോ ഏതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്? എന്താണെങ്കിലും അത് അന്വേഷിച്ച് കണ്ടെത്തി കഴിയുമ്പോൾ അതിന് ഏറ്റവും 1ാം സ്ഥാനം കൊടുത്തിട്ട് ബാക്കി എല്ലാത്തിനെയും താഴേക്ക് ഇറക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള അനുഗ്രഹത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.